സ്പോർട്സ് ലാബിലൂടെ ഇത്തവണ നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത് ഒരു ബാറ്റ് ഫാക്ടറിയാണ്. നമ്മുടെ എടപ്പള്ളി നോർത്തിലുള്ള A6 സ്പോർട്സ് ബാറ്റ് ഫാക്ടറി. അപ്പോൾ ഈ കടയുടെ ഓണർ നമ്മോടൊപ്പം ഉണ്ട്. നമുക്ക് ആളൊന്ന് പരിചയപ്പെടാം. ഹായ്. ഹായ്. പേരെന്തായിരുന്നു? അബ്ബാസ്. അബ്ബാസ്. ഓക്കെ. എത്ര നാളായി ഈ കട തുടങ്ങിയിട്ട്? ഷോപ്പ് തുടങ്ങിയിട്ട് ഇപ്പോൾ 1 വർഷം കഴിഞ്ഞു. 1 വർഷമായി അല്ലേ? ഓക്കെ. എന്തുകൊണ്ടാണ് ഇങ്ങനെ ഒരു ബിസിനസ് ഐഡിയയിലേക്ക് എത്തിപ്പെടാനുള്ള കാരണം? കളിക്കാൻ വേണ്ടിയിട്ട് ബാറ്റ് എടുത്ത് തുടങ്ങിയാണ്. ഓക്കെ. കളിക്കാൻ വേണ്ടി എടുത്ത് അങ്ങനെ തുടങ്ങിയാണ് പരിപാടി. ഓക്കെ. നമ്മള് വിറ്റ് തുടങ്ങി ബാറ്റ് 3 ബാറ്റൊക്കെ എടുത്ത് വിറ്റ് തുടങ്ങി. അപ്പൊ അതിനൊക്കെ റിസൾട്ട് കണ്ടിട്ട് അങ്ങനെ ക്വാണ്ടിറ്റി കൂട്ടി വന്നതാണ്. ഓക്കെ. അപ്പൊ കളിക്കാൻ പോകുന്ന കൂട്ടത്തിൽ തന്നെ ചെറിയ രീതിയിൽ ബാറ്റ് ഒക്കെ. ഓക്കെ. അപ്പൊ എങ്ങനെയായിരുന്നു ബാറ്റ് എടുത്തിരുന്നു? ഓക്കെ. ലൈക്ക് അപ്പൊ വെച്ചാല് 2 ബാറ്റ് 3 ബാറ്റൊക്കെ നമ്മൾ കൊണ്ടുവരണുള്ളൂ. നമ്മുടെ കൂട്ടുകാരന്മാർക്ക് തന്നെ കൊടുത്തിട്ട് അങ്ങനെ കളിക്കാം. അതിന്റെ റിസൾട്ട് ഓക്കെ എന്ന് തോന്നി അങ്ങനെ പിന്നെ 10 ബാറ്റ് ഇറക്കിയിട്ട് അതിനുശേഷം പിന്നെ ക്വാണ്ടിറ്റി കൂട്ടി കൊണ്ടുവന്നു. ഇത് എവിടെ ഈ ബാറ്റ് ഒക്കെ ഇറക്കുന്നത് പറയുമ്പോ എവിടെ? നമ്മൾ ആദ്യം ഇറക്കിയത് മീററ്റിൽ നിന്നൊക്കെയാണ്. ഓക്കെ. ഇതിന്റെ ഹാർഡ് ബോൾഡും സോഫ്റ്റ് ബോളിന്റെ ബാറ്റ് എല്ലാം പറയുന്നത് കാശ്മീരിൽ നിന്നാണ്. വുഡ് എല്ലാം പറയുന്നത്. ഓക്കെ. അത് ഏത് വുഡാ യൂസ് ചെയ്യുന്നത്? ഇത് കാശ്മീരിലോ? കാശ്മീർ. ഓക്കെ. അപ്പൊ അവിടുന്നാണ് കൊണ്ടുവരുന്നത്. ഓക്കെ. നിങ്ങൾ ഇതിപ്പോ ബാറ്റ് മാനുഫാക്ചറിങ് അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ അതോ വെറും സെയിൽ മാത്രമാണോ? ഇല്ല, നമ്മൾക്ക് അപ്പുറത്ത് ഫാക്ടറി ഉണ്ട്. നമ്മള് കട്ട് ചെയ്യുന്ന സ്ഥലമുണ്ട്. ബാറ്റ് സ്കൂപ്പ് ചെയ്യണതെല്ലാം നമ്മൾ അപ്പുറത്ത് നിന്നാണ്. ആണോ? ഓ, അവിടെയാണ് നിങ്ങൾ മാനുഫാക്ചറിങ് എല്ലാ സർവീസ് കാര്യങ്ങളൊക്കെ ഉണ്ടോ? ഇപ്പൊ ഒരാൾ ഇപ്പൊ ഒരു ബാറ്റ് കൊണ്ടുവരികയാണ് എന്തെങ്കിലും സർവീസിനായിട്ട്, അതൊക്കെ നിങ്ങൾ എല്ലാ പരിപാടിയും ചെയ്യും. A to Z കാര്യങ്ങൾ നിങ്ങൾ ചെയ്യും അവിടെ. അപ്പൊ മാനുഫാക്ചറിങ് മുഴുവൻ വേറെ സ്ഥലത്താണ്. ഓക്കെ. അപ്പൊ നമുക്ക് ആദ്യം അതൊന്ന് പോയി കണ്ടു നോക്കാം. എന്നാ വരിക, എവിടെയാന്ന് കാണിച്ചു തരാം. അപ്പോൾ ഇതാണ് നിങ്ങളുടെ മാനുഫാക്ചറിങ് യൂണിറ്റ് ആണല്ലോ അല്ലേ? അപ്പോൾ ഇതെന്താ സംഭവം? കുറേ ബാറ്റുകൾ ഇങ്ങനെ അട്ടയായിട്ട് വെച്ചിട്ടുണ്ടല്ലോ. ഇതെല്ലാം കട്ട് ചെയ്യാനുള്ള ബാറ്റുകളാണ്. ഇതിപ്പോൾ ഓൾറെഡി നമ്മൾ കട്ട് ചെയ്ത് വെച്ചാണ്. ഇത് സോഫ്റ്റ് ടെന്നീസിന്റെ ബാറ്റാണ്. ഓക്കെ. ബാക്കി കട്ട് ചെയ്യാത്ത ബാറ്റുകളെല്ലാം ഇതെല്ലാം ഹാർഡ് ബോളിന്റെ ബാറ്റുകളാണ്. ഇതെല്ലാം നമ്മൾ അകത്ത് സ്ഥലമില്ലാത്തതുകൊണ്ട് ഇങ്ങനെ ഒരു സംഭവം വെച്ചാണ്. പിന്നെ ഇവിടെ ആകുമ്പോൾ കുറച്ച് ചൂട് കിട്ടും. കട്ട് ചെയ്ത് പറഞ്ഞാൽ ഇവിടെ അല്ലേ? ഈ ഒരു ഭാഗത്തെ കട്ടിങ് ഇത് ബാക്കിൽ സ്കൂപ്പ് ചെയ്യാനുള്ളതാണ്. ഓക്കെ. ഓക്കെ. സ്കൂപ്പ്. ഇത് ശരിക്കും അതാണ് എനിക്ക് ചോദിക്കുന്നത്. ഈ സ്കൂപ്പ് ചെയ്തതും ഇത് നമ്മൾ ഏതിൽ കളിക്കുമ്പോൾ ഏത് യൂസ് ചെയ്യണം അങ്ങനെയാണോ? അതെ. ഇത് സംഭവം രണ്ടാണ്. ഇത് ഫ്ലാറ്റ് ബ്ലേഡ് ആണ്. ഓക്കെ. ഫ്ലാറ്റ് ബ്ലേഡ് നമ്മൾ കൂടുതലും സോഫ്റ്റ് ടെന്നീസിനാണ് യൂസ് ചെയ്യണത്. അത് നമ്മൾ ഇങ്ങനെ കട്ട് ചെയ്യും. ലൈറ്റ് വെയിറ്റ് ആയാൽ മാത്രമേ ആൾക്കാർ എടുക്കുള്ളൂ. 900 ഗ്രാമിന് താഴെയാണെങ്കിൽ മാത്രമേ യൂസ് ചെയ്യുള്ളൂ പ്ലേയേഴ്സ്. ഓക്കെ. 900 ഗ്രാം ആയിരിക്കണം. ഓക്കെ. ഇത് ഹാർഡ് ബോളിന്റെ ബാറ്റാ. ഓക്കെ. ഇത് സെമി അപ്പർ ആയിരിക്കും. ഇതിന്റെ ബോൾ കൊള്ളണ ഭാഗം കുറച്ചിങ്ങനെ മുഴച്ചെരിപ്പുണ്ടാവും. സെമി അപ്പർ ആയിട്ടാണ് ചെയ്യണത്. ഇത് ഹാർഡ് ബോൾ കളിക്കുന്ന ബാറ്റാ. ഹാർഡ് ബോർഡ് കളിക്കുന്നത് അല്ലേ? ശരി. അപ്പോൾ നിങ്ങളിതിപ്പോൾ ഉണ്ടാക്കുന്ന മെഷീനറീസ് എല്ലാം ഇവിടെ തന്നെയല്ലേ? ഇവിടെ തന്നെ. ഓക്കെ. ഉള്ളിലായിരിക്കും. ഉള്ളിൽ. അപ്പോൾ നമുക്ക് അതൊന്ന് കണ്ടിട്ട് വന്നാലോ? ഓക്കെ. അപ്പോൾ ഇതാണ് നിങ്ങളുടെ മെഷീനറീസ് ഒക്കെ അല്ലേ ഉണ്ടാക്കുന്നത്? ഓക്കെ. ഇവിടെ രണ്ട് മെഷീൻസ്. ഇതെന്താ മെഷീൻ? ഇത് ഈ ഹോൾ അടിക്കുന്ന മെഷീനാണ്. ഇങ്ങനെ ഹോൾ അടിക്കുന്നത്. ഓക്കെ. ഓക്കെ. ഇത് എന്തിനാ ശരിക്കും ഇങ്ങനെ ഹോൾ ചെയ്യുന്നത്? വെയിറ്റ് കുറയ്ക്കാനും ബാലൻസ് ചെയ്യാനും വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഹോൾ അടിക്കുന്നത്. വെയിറ്റ് കുറയ്ക്കാനും ബാലൻസ് ചെയ്യാനും. ഓക്കെ. ഇത് ഇപ്പോൾ ഇങ്ങനെ ഹാർഡ് ടെന്നീസിന്റെ ആയിരിക്കും അല്ലേ? അതെ. ഓക്കെ. സോഫ്റ്റിന്റെ ആണെങ്കിലും ഇതുപോലെ ഹോൾ ചെയ്യും? സോഫ്റ്റിലാണെങ്കിൽ ഇതുപോലെ ഹോൾ ചെയ്താൽ വെയിറ്റ് അധികം കുറയില്ല. അപ്പം നമ്മൾ ഇതുപോലെ ഇങ്ങനെ കട്ട് ചെയ്തെടുക്കണം. സോഫ്റ്റ് നമ്മൾ ഇങ്ങനെ കട്ട് ചെയ്യണം. ഈ ഒരു കട്ടിങ് നേരത്തെ അവിടെ കാണിച്ചതേ ഇത് തന്നെ അല്ലേ? ഓക്കെ. ഓക്കെ. ഇനി ഇതെന്താ സംഭവം? ഈ മെഷീൻ എന്തായിരുന്നു? ഈ മെഷീനാണ് ഈ വലിയ ഇതടിക്കുന്നത്, വെയിറ്റ് കുറയ്ക്കാൻ വേണ്ടിയിട്ട്. ഓക്കെ. ഈ വലിയ സ്കൂപ്പ് അടിക്കുന്നത് ഈ മെഷീനിലാണ്. അത് ശരി. അടിക്കുന്നത്. ഓക്കെ. ഇതിപ്പോ ഈ മെഷീനൊക്കെ നിങ്ങൾ എങ്ങനെയാ ലൈക്ക് ഇമ്പോർട്ട് എങ്ങനെയാ? ഇതെല്ലാം നമ്മൾ പുറത്തുനിന്ന് വരുത്തിച്ചതാണ്. ഇത് ജലന്ധറിയിൽ നിന്ന് വരുത്തിച്ചാണ് രണ്ടും. രണ്ടും. ഓക്കെ. എത്രയായിരുന്നു കോസ്റ്റ് ഒക്കെ? എങ്ങനെയായിരുന്നു കോസ്റ്റ്? ഇത് ഞാൻ എടുത്തപ്പോൾ 150 ഉണ്ടായിരുന്നു. കാരണം ഈ കട്ടിങ് ഉണ്ടല്ലോ, ഈ കട്ടിങ് തന്നെ ഈ മെഷീനിലും ചെയ്യാൻ പറ്റും. ഓക്കെ. ഒരേ മെഷീനിൽ ഇത് ചെയ്യുന്ന അതേ വർക്കും ചെയ്യാൻ പറ്റും. അതുകൊണ്ട് 150 അല്ലേ? ഇതിന് സെറ്റിങ്സ് ഫുള്ള് മാറ്റി കഴിഞ്ഞാൽ നമുക്ക് ഈ കട്ടർ അതിലിടാൻ പറ്റും. ഓക്കെ. ഓക്കെ. അപ്പൊ ഇതിപ്പോ നമ്മൾ രണ്ടാമത് ഇപ്പൊ എടുത്തിട്ട് 1 വർഷം ആയിട്ടില്ല. നമ്മളൊരു 6-7 മാസമായിട്ടുള്ളൂ ഈ മെഷീൻ എടുത്തിട്ട്. ഓക്കെ. ഇതിന് എത്രയായി? ഇതിന് 1 ലക്ഷം രൂപ അടുത്ത് വരും എല്ലാ വർഷവും. ഓക്കെ. ഇത് എന്തിനുള്ള മെഷീൻ എന്നാ പറയാ നമ്മള്? ഇത് സ്കൂപ്പിംഗ് മെഷീനാണ്. സ്കൂപ്പിംഗ് മെഷീൻ അല്ലേ? രണ്ടും സെയിം തന്നെ. പക്ഷേങ്കിൽ രണ്ടിനും വർക്ക് വ്യത്യാസമുണ്ട്. ഒന്ന് ഹോൾ അടിക്കാൻ ഉപയോഗിക്കുന്നത്, ഒന്ന് ഈ വലിയ സ്കൂപ്പ് അടിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്നത്. അങ്ങനെ. ഓക്കെ. നമ്മുടെ ഈ ബാറ്റിലെ വെയിറ്റ് വളരെ ഒരു മാറ്റർ ആണല്ലേ? കറക്റ്റ് വെയിറ്റ് അത് ശരിക്കും എത്ര ആയിരിക്കണം? അങ്ങനെ എന്തെങ്കിലും കണക്കുണ്ടോ? കറക്റ്റ് എല്ലാവരും പല വെയിറ്റിലാണ് കളിക്കുന്നത്. ഞാൻ കളിക്കുന്നത് 130, 140 ബാറ്റ് വെച്ചിട്ടാണ്. ഓക്കെ. ചില ആൾക്കാർ ഹാർഡ് ബോൾ കളിക്കുന്നത് 1 കിലോന്റെ ബാറ്റ് അതിന് താഴെയുള്ള വെയിറ്റ് വെച്ചിട്ടാണ്. ഓക്കെ. പലരും പല വെയിറ്റിലാണ് കളിക്കുന്നത്. നമ്മൾ മാക്സിമം എന്നവരെ കൊണ്ട് എല്ലാം 1 കിലോത്തിന് മേലെ എടുക്കാനാണ് ശ്രമിക്കാറ്. കാരണം ഹാർഡ് ബോളിന്റെ ബാറ്റ് ഭയങ്കര വെയിറ്റ്ലെസ് ആയി പെട്ടെന്ന് പൊട്ടിപ്പോകും. ഇങ്ങനെ വന്നാൽ 1 കിലോന് മേലെ എടുക്കാനാണ് എപ്പോഴും സേഫ്.
ഓക്കെ. നിങ്ങൾക്ക് ഇങ്ങനെ ഓർഡേഴ്സ് ഒക്കെ എങ്ങനെ വല്ല ബൾക്കായിട്ടൊക്കെ ഓർഡർ വരുമോ അതോ ഒരു ഹോൾസെയിൽ ചെയ്യുന്നുണ്ട് നമ്മളിപ്പോൾ. ഹോൾസെയിൽ ഉണ്ട് അല്ലേ? ഓക്കെ. റേറ്റ് ഒക്കെ എങ്ങനെ വരും ബാറ്റിനൊക്കെ? ബാറ്റ് റേറ്റ് റീറ്റെയിൽ 3500, 3300, സോഫ്റ്റ് ആണെങ്കിൽ 2400, 2800 അങ്ങനെ പല ടൈപ്പ്. ഓക്കെ, നമുക്കിതൊന്ന് ചെയ്യണത് കണ്ടാലോ, എങ്ങനെയാണെന്നുള്ളതൊന്ന് കാണാം. ഓക്കെ, അപ്പോൾ ഇതാണ് പണി കഴിഞ്ഞ ബാറ്റ് അല്ലേ? അതെ. ഓക്കെ, അതെ, ഞാനിതിങ്ങനെ ഓരോ ചെയ്യുന്ന ഇങ്ങനെ നോക്കിക്കുവായിരുന്നേ. അപ്പോൾ ഇത് എവിടുന്നാ പഠിച്ചേ? ഇതെല്ലാം ഗുജറാത്തിൽ നിന്ന് വിളിച്ചാണ്. ഗുജറാത്തിൽ അവിടെ ഇതിന് പഠിക്കാനായിട്ട് പോയതാണോ അതോ? നമുക്ക് ഇതിനൊരു ക്രേസ് ഉണ്ടായിരുന്നു ആദ്യം മുതലേ. കാലം മുതലേ കളിക്കുന്നുണ്ടോ? ചെറുപ്പം മുതലേ കളിക്കും. ഓക്കെ ഓക്കെ. ഞാൻ ഇത് കട്ട് ചെയ്ത് വരണത് മാത്രമേ കണ്ടിട്ടുള്ളൂ. അപ്പോൾ ഇതെന്താ സംഭവം എന്നൊക്കെ അറിയാൻ വേണ്ടിയിട്ട് ഞാൻ ഗുജറാത്തിൽ അങ്ങനെ പോയി അവിടെ ഒരു ആൾ എന്നെ ഹെൽപ്പ് ചെയ്തതാണ്. പുള്ളിയാണ് എനിക്കിതൊക്കെ കാണിച്ചു തന്നത്. ഓക്കെ, അവിടെ എത്ര കാലം ട്രെയിനിങ് ഉണ്ടായിരുന്നോ? ഞാൻ 2 ദിവസം കൊണ്ട് പഠിച്ചെടുത്താണ്. 2 ദിവസം കൊണ്ട് പഠിച്ചെടുത്തോ? ഇത് നമുക്ക് ചെയ്യാൻ പറ്റും. ആണോ? മെഷീൻ ഉണ്ടെങ്കിൽ ചെയ്യാം, കുറച്ച് റിസ്ക് ആണെന്നുള്ളൂ. ഓക്കെ ഓക്കെ ഓക്കെ. അല്ല, നമ്മൾ കൃത്യ അളവിൽ തന്നെ കറക്റ്റ് ആക്കി എടുക്കണ്ടേ അത്? അളവില് അത് ആദ്യമൊക്കെ നമുക്ക് എന്തായാലും കുറച്ച് ബാറ്റ് നമ്മുടെ ഇന്ന് ഇതായി പോകും, എന്തെങ്കിലുമൊക്കെ പറ്റും ബാറ്റിന്. ശേഷം പിന്നെ നമ്മൾ പഠിച്ചെടുക്കണം. ആദ്യമൊക്കെ എൻ്റെ ഒരു 3-4-5 ബാറ്റൊക്കെ പോയിട്ടുണ്ട്. ഇവിടെ ഉണ്ടായിരുന്നു. നമ്മൾ ഈ ഹോൾ അടിച്ച സമയത്ത് ഇപ്പുറത്തേക്ക് തുളഞ്ഞൊക്കെ പോയിട്ടുണ്ടായിരുന്നു. പിന്നെ അത് പിന്നെ നമ്മൾ സാധാരണ ഇപ്പോൾ ബാറ്റൊക്കെ മേടിക്കാൻ മുമ്പ് നമ്മൾ നോക്കും നമുക്ക് പറ്റുന്നതാണോ നോക്കുന്നു, മേടിക്കുന്നു. ഇതുപോലൊന്നും കാണാറില്ലല്ലോ. അപ്പോൾ ഈ പറഞ്ഞ മാതിരി എന്ത് കാര്യം അല്ലെങ്കിൽ ആദ്യം ചെയ്താൽ ശരിയാവും അല്ലേ? കുറച്ച് ബാറ്റൊക്കെ പൊട്ടിപ്പൊളിഞ്ഞു പോയാലും അവസാനം അത് പഠിച്ചെടുത്തു. ഓക്കെ, എന്തായാലും സംഭവം എനിക്ക് ഇഷ്ടപ്പെട്ടു. നേരിട്ട് ആദ്യമായിട്ടാണ് ഞാൻ കാണുന്നത്. ഓക്കെ, അപ്പോൾ ഇത് എത്ര രൂപയ്ക്ക് കൊടുക്കാൻ പറ്റും? ഇതിപ്പോൾ നമ്മൾ ജസ്റ്റ് കട്ട് ചെയ്ത് കഴിഞ്ഞുള്ളൂ. ഇതിനിപ്പോൾ ക്ലീൻ ചെയ്യണം. പിന്നെ താഴെ ഒരു ടോകാർഡ് വരും. ടോകാർഡ് അടി തേയാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് ചെയ്യുന്ന സാധനമാണ്. പിന്നെ സ്റ്റിക്കർ കെട്ട് ഈ ഗ്രിപ്പ് മാറ്റി വേറെ ഗ്രിപ്പ് ഇടും. അങ്ങനെ ഇതെല്ലാം കൂടി ചെയ്ത് തരുമ്പോൾ 3300 ആ റേഞ്ചിനാണ് നമ്മൾ ഈ ബാറ്റ് കൊടുക്കുന്നത്. അപ്പോഴേ ഈ വുഡൊക്കെ എങ്ങനെയാണ് നിങ്ങൾക്ക് ഈ ബാറ്റ് ഇങ്ങനെ ആക്കിയെടുക്കാൻ ഒരു വുഡ് ആദ്യം വരേണ്ടത്? അതെങ്ങനെയാണ് നിങ്ങൾ ചെയ്യുന്നത്? വുഡ് നമുക്ക് ഫുൾ ബാറ്റ് ആയിട്ടാണ് വരുന്നത്. അതായത് ഈ പറഞ്ഞ പോലെ ഇങ്ങനെയാണ് വരുന്നത്. വരുമ്പോൾ ഇങ്ങനെ ഇരിക്കും. നമ്മുടെ കയ്യിൽ കിട്ടുമ്പോൾ നമുക്ക് ഇങ്ങനെ വരുള്ളൂ. ഓക്കെ ഓക്കെ. ഇത് സെപ്പറേറ്റ് ഒരു മരമാണ്. ഇത് ഹാൻഡിൽ ജോയിൻ ചെയ്യാനാണ്. ഓക്കെ, അപ്പോൾ ഹാൻഡിൽ ജോയിൻ ചെയ്തിട്ടാണ് നിങ്ങൾക്ക് വരുന്നത് അല്ലേ? നമുക്ക് ഹാൻഡിൽ ജോയിൻ ചെയ്തിട്ട് വരുള്ളൂ. ഓക്കെ. ഈ ഹാൻഡിലിന്റെ കാര്യം പറഞ്ഞപ്പോഴാണ്, ഇത് ശരിക്കും ഈ ലെങ്ത്തിൽ എന്തോ കണക്കുണ്ടോ? അതായത് ഒരാളുടെ അനുസരിച്ച് എന്തെങ്കിലും കണക്കുണ്ടോ? ഇത് 11 ഇഞ്ചാണ് ഇതിന്റെ ലെങ്ത്. ഓക്കെ. ഇവിടെ നിന്ന് ഇങ്ങോട്ട് 24 ഇഞ്ചാണ്. ഓക്കെ. ടോട്ടൽ 35. ഇത് ഹൈറ്റ് കുറച്ച് കൂടിയ ആൾക്കാരാണെങ്കിൽ 36 ഇഞ്ച് വെച്ച് കളിക്കും. കുറച്ച് ഹൈറ്റ് കുറഞ്ഞ ആൾക്കാരാണെങ്കിൽ 34 ഇഞ്ച് വെച്ചിട്ട് കളിക്കും. ചിലർ 34.5 വെച്ചിട്ട് കളിക്കുന്ന ആൾക്കാരുണ്ട് ഇതിൽ. പിന്നെ ഇത് തന്നെ ഇപ്പൊ ഈ ഹാൻഡിൽ 11 ഇഞ്ച് ഷോർട്ട് ഹാൻഡിലാക്കും ചിലര്. കൈ നമ്മളിങ്ങനെ കളിക്കുന്ന സമയത്ത് ഇവിടെ വന്ന് ഇടിക്കണോണ്ട് ഈ ഹാൻഡിലിന്റെ പകുതി വെച്ച് കട്ട് ചെയ്ത് കളയാം. ഓക്കെ, അപ്പോ ഇനി ഇതിന് നിങ്ങളുടെ റീറ്റെയിൽ പ്രൈസ് എത്രയാണ് വരുന്നത്? ഇത് 3300 റേറ്റ് വരുന്നത്. ഇതിലിനി കുറച്ച് പണി കൂടെ ഉണ്ട്. ഇതിൽ ക്ലീൻ ചെയ്യണം, പോളിഷ് ചെയ്യണം, ടോകാർഡ് അടിക്കണം, ഗ്രിപ്പ് ഇടണം, നമ്മുടെ സ്റ്റിക്കർ ഗട്ടെല്ലാം വരും ഇതിൽ. ഓക്കെ, 3300. പൊതുവെ മാർക്കറ്റിലൊക്കെ ഇത് റേറ്റ് തന്നെയാണോ? ബ്രാൻഡ് അനുസരിച്ചിട്ടാണ് റേറ്റ്. ബ്രാൻഡിന് 3300 കൊടുക്കണത്. നമ്മളിലും കുറച്ച് നല്ല ബ്രാൻഡ് ആണെങ്കിൽ ഒരു 3500, 3800 കൊടുക്കുന്ന ആൾക്കാരുണ്ട്. ഓക്കെ ഓക്കെ. ബാറ്റ് ഇപ്പൊ 6000 രൂപ വരെ മാർക്കറ്റിൽ ഈ ബാറ്റ് 7000 രൂപ വരെയൊക്കെ ചെയ്യുന്ന ആൾക്കാരുണ്ട്. ഇവിടെ ഉള്ളവരല്ല, കേരളത്തിന് പുറത്തുള്ളവരൊക്കെ 7 6 ഒക്കെ വെക്കുന്ന ആൾക്കാരുണ്ട്. പൊതുവെ നിങ്ങൾക്ക് കിട്ടുന്ന ഒരു ഫീഡ്ബാക്ക് ഒക്കെ എങ്ങനെയാ നിങ്ങളുടെ ബാറ്റിന്റെ? പൊതുവെ മേടിച്ചുകൊണ്ട് വന്നവരുടെ എന്തെങ്കിലും ഫീഡ്ബാക്ക് ഒക്കെ തരാറുണ്ട്? വെച്ചാല് എല്ലാവരും നല്ല അഭിപ്രായം എപ്പോഴും പറയാറില്ല. 90% ചിലപ്പോ നമ്മുടെ ബാറ്റ് വെച്ചിട്ട് ആദ്യമായിട്ട് എടുക്കുന്ന ആൾക്കാർ ഇപ്പൊ കളിച്ച ആൾക്കാരാണെങ്കിൽ ചിലപ്പോൾ അവർക്ക് അത് ഓക്കെ ആയിരിക്കും. ഒരു നമ്മുടെ അടുത്ത് തന്നെ ചിലപ്പോൾ ഒരു 10 ബാറ്റ് 15 ബാറ്റൊക്കെ ആയിട്ട് റീറ്റെയിൽ അങ്ങനെ എടുത്തിട്ട് പോകുന്ന ആൾക്കാരുണ്ട്. അല്ലാണ്ട് വേറെ ബ്രാൻഡ് വെച്ച് കളിച്ചിട്ട് പെട്ടെന്ന് നമ്മുടെ ബ്രാൻഡിലേക്ക് വരുന്നിട്ട് അവർക്ക് ചിലപ്പോൾ ഇഷ്ടപ്പെടണമെന്നില്ല. പല ബ്രാൻഡ് വെച്ചിട്ട് കളിക്കുന്ന ആൾക്കാരാണ്. അപ്പൊ അവർ കട്ട് ചെയ്യണതും അവർ ചെയ്യണ രീതികളൊക്കെ ഉണ്ടാവും. അതായിരിക്കും കംഫർട്ട് ആയിട്ടുള്ളത്. നമ്മുടെ ചിലപ്പോൾ അവർക്ക് ഇഷ്ടപ്പെടണമെന്നൊന്നുമില്ല. ഓക്കെ ഓക്കെ. എന്തായാലും ഇത് നേരിട്ട് കാണാൻ ഒരു അവസരം തന്നതിന് നന്ദി. അപ്പോൾ ഇത്തവണ സ്പോർട്സ് ലാബ് എന്ന ഈ ഒരു സെഗ്മെന്റിലൂടെ നമ്മൾ പരിചയപ്പെട്ടത് ഒരു ബാറ്റ് ഫാക്ടറി യൂണിറ്റിനെ കുറിച്ചായിരുന്നു. അടുത്ത തവണ ഇതുപോലെ മറ്റൊരു മാനുഫാക്ചറിങ് യൂണിറ്റുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരെ ബൈ. എളുപ്പത്തിൽ സമ്പാദ്യം വളർത്താം. ഇന്ന് തന്നെ മൈഫിൻ TV ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ.